കേൾക്കുന്നവർ ഇവിടെ അൺസബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് വ്ളോഗർ ഇതുവരെ വ്ളോഗ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. വ്ളോഗർ ഡേ ഇവിടെ റെഡി അങ്ങനെ അപ്പൊ നമ്മള് ഇന്ന് രാവിലെ വ്ളോഗ് ഒക്കെ എടുക്കാൻ മറന്നുപോയി. പക്ഷെ നമ്മള് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഡേറ്റ് അതെ അടുത്ത ഇന്ന് ഗോവയിലെ ഡേ 2 ആണ്. നമ്മുടെ ട്രിപ്പിന്റെ ഡേ 4 എന്നാ 3 ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഓക്കെ. ഇനി ഫുഡ് കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബൈ. ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ കയറി. ഇപ്പൊ നമ്മൾ ഏത് ഫോർട്ടിലാണ് പോണേ? അഗോഡ ഫോർട്ടിൽ പോവാൻ. അഗോഡ ഫോർട്ടിൽ നമ്മൾ പോവാണ് ഗൈസ്. ചൂടെടുക്കണം. മാഡം ഹായ് ഗൈസ്. ദാറ്റ്സ് വൺ ഇൻ ദ ഗ്യാങ്. ഇത് എന്താ ഫോണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ, അടി. രണ്ട് കണക്കാണ്. ബൈ ഗൈസ്. നമ്മൾ അങ്ങനെ വെയിലിനോട് പൊരുതാൻ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു. സോറി, എല്ലാവരും ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് കണ്ട കടയിൽ കയറി അങ്ങ് തൊപ്പി വാങ്ങിച്ചില്ല. ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടൂർ ഗൈഡിനെ കിട്ടി. ടൂർ ഗൈഡിനെ കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ വൺ ഓഫ് ദ ടൂർ ഗൈഡ്. അഗോഡ ഫോർട്ടിലാണ്. അതെ, അഗോഡ ഫോർട്ടിലേക്ക് നമ്മള് ഡോൾഫിനെ അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ ബീച്ച് തപ്പി പോവാണ്. അല്ല, ബീച്ചിന്റെ സൈഡിലേക്ക് പോവാണ്. ഡോൾഫിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ട്, സൂര്യൻ അവിടെ കത്തി നിൽക്കുന്നു. ഞങ്ങള് ഡോൾഫിനെ കാണാൻ പറ്റുമോ നോക്കിയേക്കാണ് ഗൈസ്. ഇതെല്ലാം ഡോൾഫിൻ ബോട്ടിംഗ് ആണ്. അവരൊക്കെ ഡോൾഫിനെ കാണാൻ കടലിൽ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാം ഫോർട്ടിന് മേളിൽ കയറി ഡോൾഫിനെ കാണാൻ. സോ സിമ്പിൾ. നമുക്ക് ഭാഗ്യമുണ്ട്. സോ അങ്ങനെ നമ്മളെല്ലാവരും ഡോൾഫിനെയൊക്കെ കണ്ടു. അങ്ങനെ നേരെ തിരിഞ്ഞു നോക്കിയപ്പം ദേ ഒരു ഇൻഫ്ലുവൻസർ നടന്നു വരുന്നു. സ്റ്റെഫി ചേച്ചിയുടെ അപരയായിട്ട് വരും. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇതാണ് ഞങ്ങളുടെ സ്റ്റെഫി ചേച്ചി. സ്റ്റെഫി ചേച്ചി സുഖാണോ? സ്റ്റെഫി ചേച്ചി ബിഗ് ഫാൻ. ചേച്ചിയുടെ എല്ലാ റീൽസും കാണാറുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് ആയിട്ടുള്ള ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെഫി ചേച്ചി? ഒരു മികച്ച റീലെടുപ്പിന് ശേഷം എല്ലാവരും നിൽക്കുക. വളരെ സക്സസ്ഫുൾ ആയിരുന്നു.
അമലേ നമുക്ക് പേഴ്സണൽ അസിസ്റ്റന്റിനെ കിട്ടിക്കൊണ്ട് പിടിക്കാൻ. വേഗം കണ്ടോ, ഇത് സ്ട്രേറ്റ് ഔട്ട് ഓഫ് ദി പിൻട്രസ്റ്റ്. പിന്നെ മീഷോയാ, ഇതാ മീഷോ. അതാണ് ഒന്നര പെടാത്ത പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഇതെന്ത് മീനു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അഗോറ ഫോർട്ട് കണ്ടു, കുറെ ഫോട്ടോസ് എടുത്തു. അഗോറ ഫോർട്ട് മേളിൽ കുറെ കുഞ്ഞു കുഞ്ഞു തലകൾ പോകുന്നു. ഇനി നമ്മളെങ്ങോട്ടാ പോണേ? അതെ, ലോവർ അഗോഡ ഫോർട്ട്, അങ്ങനെ എന്തോ സാധനം. അഗോഡ ഫോർട്ടിലെ കുഞ്ഞായിരിക്കും അല്ലേ? അതെ 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 അതെ. അഗോഡ ഫോർട്ട് അതാണ്. അവിടുത്തെ പിന്നെ എന്തോ ഡിമോളിഷ് ചെയ്ത സമയത്താണ് ഇവിടേക്ക് വന്നത്. വിവരമുള്ളവർ പറയുന്നത് കേൾക്കുക. എന്താണുള്ളതാ സാധനം കിട്ടിയത്. ബസ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. വെയിലത്തെല്ലാം വെച്ച് പിടിച്ച് നടക്കാം. നെക്സ്റ്റ് റീൽ പ്ലാൻ ആണ് ഗൈസ്. നമ്മള് പൈനാപ്പിൾ വാങ്ങിച്ച് ഇനി നേരെ എടുത്ത് നടത്താണ് ഗൈസ്. കൊള്ളാം. എന്ന് വെച്ചാൽ നമുക്ക് ഫിഷ് താലിയാണ്. ഇത് ഗോവൻ സ്പെഷ്യലായിട്ട് അവരുടെ സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൂടത്തിലുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യൂ. റവയോ? ഓ, സെപ്റ്റൊക്കെ ഇഷ്ടായി ഇതൊക്കെ. ദർശിക്കടീസ് കഴിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ഇത്രയാണ് ഇവിടെയുള്ള സാധനങ്ങൾ. അവർ പറഞ്ഞ പോലെ കൊള്ളാം.
അവോയ്ഡ് വിത്ത് റവ. അത് കേറില്ല. തീരുമാനാക്കുവോ? ഓക്കെ. എനിക്ക് കുന്നണ അലർജി വേഗം കുന്നണ. ഇനി അടുത്ത ദേവിക. കളിക്കരുത് കളിക്കരുത്. പിടിക്കാതെ. ഓക്കെ. അറ്റം പിടിക്കാൻ. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ ഊട്ടിയ പോലെ നമ്മുടെ അമലിതേ ഒരു ചോക്കോബാറും കൊണ്ട് വന്ന് നമ്മൾ എല്ലാവരെയും അത് കഴിപ്പിച്ചു ബസ്സിലുണ്ടായിരുന്നെ. ഈ സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ അങ്ങനെ നിന്നാലേ ഇവിടെ കയറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി. ഒന്നുമില്ല, ഉറക്കില്ല, അതിട്ട് കിളിയായതാ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്നെ കാണിച്ചോണ്ടിരിക്കും എന്റെ വ്ളോഗാന്ന് ഓർമ്മിക്കാൻ. ഭാവി നമ്മളിപ്പോ ഓൾഡ് ചർച്ച് കാണാൻ പോവാണ്. ഓൾഡ് ചർച്ചിൽ നമ്മുടെ ഫ്രണ്ട്. ഓൾഡ് ചർച്ച് എങ്ങനെയാ? ഓൾഡ് പഴയതായിട്ടാ. അത് പഴയത്, പുതിയത് ഇവിടെ പണിത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പഴയതായി. മനസ്സിലായോ? ഞാൻ മണ്ടത് ഡംബ് പറഞ്ഞല്ല, ശരിക്കും അതാ. അതിന്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അൺസബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ ചർച്ചൊക്കെ കയറി കണ്ടു. അത് കഴിഞ്ഞ് അപ്പുറത്ത് പുതിയ ചർച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാരും അങ്ങോട്ട് പോയില്ല. കുറച്ച് പേര് അങ്ങോട്ട് പോയി. ഞങ്ങൾ ബാക്കിയുള്ളവർ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ബട്ട് ടു ബി ഓണസ്റ്റ് അവിടെ അത്രയ്ക്ക് ഷോപ്പ് ചെയ്യാനും മാത്രമുള്ള സ്ഥലങ്ങളില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ചർച്ചിൻ്റെ അടുത്തായിരുന്നു കൊണ്ടായിരിക്കാം, വേറെ നല്ല സ്പോട്ട് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു ഏരിയയിലായതുകൊണ്ട് കണ്ടതെല്ലാം തന്നെയും പിന്നെ ഒരേ സാധനങ്ങളായതുകൊണ്ട് അധികം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ കുറച്ചു നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാൻ പോയി.
നമ്മളിപ്പോ എവിടാ? നമ്മള് ഗോവയിൽ തന്നെയാണ്. ഗോവയിലാണ്. ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് അതെ, ജൂലൈക്ക് തണുക്കുന്നു, വിറച്ചിരിക്കുന്നു. പനി. പക്ഷെ ഔട്ട്ഫിറ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പിനെ ഒക്കെ മറികടന്ന് നമ്മൾ ടാങ്ക് ടോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ തണുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഫുഡാണ്, ലാസ്റ്റ് സപ്പറിനൊക്കെ ഗോവൻ ഫുഡോ ഇത് തന്നെ മലയാളി ഫുഡ്. ഇപ്പൊ എന്താ നമ്മുടെ ഡിന്നർ ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ ഗോവ വിടാണ്, നമ്മൾ പോവാണ്. അങ്ങനെ നമ്മുടെ 5 day ടൂറ് ഓൾമോസ്റ്റ് എൻഡ് ആയി. ഇവിടെ നമ്മള് ഫൈനൽ ഡിന്നർ കഴിച്ചു. നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അല്ല റെയിൽവേ സ്റ്റേഷൻ, ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ നമുക്ക് രാവിലെ 5 മണിക്ക് ട്രെയിനാണ് ഡയറക്റ്റ് കോട്ടയത്തേക്ക്. അറൌണ്ട് 11 to 12 hours ട്രാവൽ ഉണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പം ഗോവ ടു ബാംഗ്ലൂർ വരുമ്പോഴത്തേക്കും 8 മണിക്കൂറോളം ട്രാവൽ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് മൊത്തം ട്രാവൽ. അപ്പം ടൂറ് സൈറ്റ് സീയിങ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഫൈനൽ ഇയർ കോളേജ് ട്രിപ്പ് ഓൾമോസ്റ്റ് ഇവിടെ എൻഡായി. അപ്പം എല്ലാ തവണത്തെ പോലെ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു എൻഡാവുന്ന മൊമെൻ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു റിവ്യൂ അല്ല മെമ്മറി ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. നമുക്ക് ആദ്യം ജൂലിയ മിസ് തൊട്ട് തുടങ്ങി, നമ്മുടെ കുറേ ഫ്രണ്ട്സ്, ടൂർ കോർഡിനേറ്റേഴ്സ്, പിന്നെ നമ്മുടെ കൂടെ വന്ന ഗൈഡ്സ്, അങ്ങനെ എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസും ആ ഒരു ഇത്രയും ദിവസം ഈ 5 ദിവസം നമ്മൾ ഷെയർ ചെയ്ത ഗോൾഡൻ മൊമെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തു. അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ ഒരു റിയലൈസേഷൻ വന്നത്. നമ്മുടെ ടൂർ തീർന്നു. ലൈക്ക് ഈ ലാസ്റ്റ് സെമ്മിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇത്, അതും തീർന്നു. ഇനി തിരിച്ചു കോളേജിലേക്ക് പോയാൽ അസൈൻമെൻറ്റ്സ് ആയി, പ്രോജക്റ്റായി, റെക്കോർഡായി, എക്സാംസ് ആയി, അങ്ങനെ മൊത്തം തലവേദന. അപ്പം ലാസ്റ്റ് നമ്മുടെ കോളേജിലെ ഒരു ഏറ്റവും നമ്മൾ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനം ഓൾമോസ്റ്റ് എൻഡായി. പിന്നെ കൂടി നമ്മൾ നേരെ കയറി കിടന്നു. ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ രാവിലെ ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. പിന്നെ നേരെ ട്രെയിനിലേക്ക് ഓടിക്കയറി. പിന്നെ വീണ്ടും അവിടെ കിടന്നു ഉറക്കം. പിന്നെ കുറച്ച് ഒന്നും പകലായപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ബോധം വെളിവും തിരിച്ച് വന്നത്. അമൽ ബേബിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ടൂർ കോർഡിനേറ്റർ തന്നെ ഇറങ്ങി മാറി വേറെ ട്രെയിനിൽ കയറി ഇവിടെ രണ്ടെണ്ണം കൂടെ ഒരെണ്ണം കൂടെ. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഇവനും ദിവളും ആൻഡ് ദിസ് ഇവർ 3 പേരും കൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ആൻഡ് അവിടെ ലിറ്ററലി കുറേ നേരം ട്രെയിൻ നിർത്തിയിടില്ല എന്നൊരു 100 വട്ടം ഇവരോട് ആരൊക്കെയോ പറഞ്ഞിരുന്നു. പക്ഷെ ഇവർ കേട്ടില്ല. ഇവർ നിർത്തിയിടും എന്ന് പറഞ്ഞു പോയി. ട്രെയിൻ മിസ്സായി. ആൻഡ് ദ തിങ് ഈസ്, ട്രെയിൻ അനങ്ങുന്ന കണ്ടിട്ടും ലിറ്ററലി ഇവർ ട്രെയിൻ ഒന്ന് അനക്കിയിടാനാണെന്നും പറഞ്ഞ് അവിടെ നിന്നു. ആൻഡ് പിന്നെന്താ, അടുത്ത ട്രെയിൻ പിടിച്ചു. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ തിരിച്ച് ക്യാച്ചപ്പ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹാവ്ലോക്കിൻ്റെ ടീം നമുക്ക് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിം തന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി എവിടെ കോട്ടയത്ത് തിരിച്ചെത്തി ഗൈസ്. ഹായ് എൻ്റെ അമ്മ എത്തി ഗൈസ്, എത്തി. അങ്ങനെ അമ്മയെ കണ്ട സന്തോഷത്തിൽ നമ്മൾ നേരെ തിരിച്ച് കാറി കയറി. അവരെ 2 പേരെയും ഹോസ്റ്റലിൽ ഇറക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.